സ്വർഗത്തിൽ ഒരു വീട് കിട്ടുക എന്നത് ഒരു വിശ്വാസിയുടെ ആഗ്രഹമായി മാറുമ്പോഴാണ് അയാൾ അതിനു വേണ്ടി പണിയെടുക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലഗുറഫാ, സ്വർഗത്തിൽ ഒരു അറയുണ്ട്, ഒരു റൂമുണ്ട്, സ്വർഗത്തിൽ ഒരു റൂമുണ്ട്. അതിന്റെ പുറമേ നിന്ന് അങ്ങ് നോക്കിയാൽ അതിന്റെ ഉൾഭാഗം നല്ല മനോഹരമായി കാണാൻ പറ്റും. അതിന്റെ അകത്ത് നിന്ന് നോക്കിയാൽ പുറം ഭാഗങ്ങളും മനോഹരമായി കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ ഡിസൈനിങ്. അങ്ങനത്തെ ഒരു അറയുണ്ട് അവിടെ എന്ന് പ്രവാചകൻ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കാം. അപ്പൊ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു അഅറാബിയായ മനുഷ്യൻ, ഒരു സാധാരണക്കാരനായ അഅറാബി എണീറ്റ് ചോദിച്ചു, റസൂലേ ലിമൻ ഹിയ, അതാർക്കാണല്ലാ കിട്ടുക? അവരൊക്കെ കൊതിക്കാണ് അങ്ങനത്തെ ഒന്ന് കിട്ടണം. ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, റസൂലേ അതാർക്കാണ് കിട്ടുക? ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യണല്ലോ. ഖാല, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലിമൻ അതാബൽ കലാം, നല്ല സംസാരമുള്ളവർ, നാവ് നന്നാക്കിയവർ. ലിമൻ അതാബൽ കലാമ, നല്ല സംസാരം, മാന്യമായ നന്നായ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾ. വഅത്അമ ത്വആം, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ, ഒരു നേരത്തെ അന്നമൂട്ടുന്നവൻ, ഒരു സാധുവിന്റെ കരച്ചിൽ മാറ്റുന്നവൻ, ഒരു യതീമിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നവൻ. അത്അമ ത്വആം, അവർക്കാണ് ആ വീട്. പിന്നെ അടുത്ത ഗുണം, വസല്ലല്ലാഹി ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങളൊക്കെ സുഖമായി തണുപ്പിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നമസ്കരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് നാളെ പരലോകത്ത് സ്വർഗത്ത് കൊടുക്കാനുള്ള അറയാണത്. ആഗ്രഹമുണ്ടോ? ഉലമാക്കന്മാര് പറയാണ്, മനുഷ്യ, നിന്റെ മുഅ്മിനായ മനുഷ്യനാണ്, സാലിഹായ ഒരു ആഗ്രഹമായി നീ അത് കാണുകയാണെങ്കിൽ ഇഖ്ലാസോടെ ഇനി പറയുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ നിനക്കും അത് നേടിയെടുക്കാൻ പറ്റും. ഇഖ്ലാസോടെ നിഷ്കളങ്കമായി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ടാകാനുള്ള വകുപ്പുണ്ട്. ഒന്നാമത് എണ്ണി പറഞ്ഞത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ കേട്ടു. എന്താ വിഷയം? മൻ ബനാ മസ്ജിദ, ആരെങ്കിലും ദുനിയാവിന്റെ കോണിൽ എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കി, നാട്ടിലാകണമെന്നില്ല, കേരളത്തിലാകണമെന്നില്ല, ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിൽ ഒരു പള്ളി ഇല്ലാതെ പ്രയാസപ്പെടുന്നു എന്നറിയുമ്പോ അത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് വെച്ച് അത് ഞാൻ കൊടുക്കൂല, അവർക്കാണെങ്കിൽ ഞാൻ കൊടുക്കൂല. അള്ളാഹ്ക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, പടച്ചോണ്ടേക്കുന്ന കൂലി വിചാരിക്കണം, പേരും പെരുമൊന്നും ഉണ്ടാവില്ല, റബ്ബിന്റെ അവിടെ നിന്നുള്ള മഹത്വം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ ബനല്ലാഹു ലഹു മിസ്ലഹു ഫിൽ ജന്ന, അതുപോലത്തെ ഒരു കെട്ടിടം, അതുപോലത്തെ ഒരു വീട് നാളെ സ്വർഗത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കും. ഒരു പള്ളി ഉണ്ടാക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അല്ലാഹ് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കാൻ തയ്യാറാണ്. ഒരുപക്ഷെ ഒരു മുഴുവൻ പള്ളി ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞോളുന്നില്ലെങ്കിൽ കഴിയാവുന്ന വിധത്തിൽ ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ ശ്രമിക്കാം. കഴിയാവുന്ന വിധത്തിൽ സാധ്യമാകുന്നവർ ഒറ്റയ്ക്കെങ്കിലും എന്റെ പേരിൽ ഒരു പള്ളി, ഞാൻ ഉണ്ടാക്കിയ പള്ളി എന്ന് അള്ളാഹിനോട് പറയാനുള്ള ഒരു വകുപ്പുണ്ടാക്കുക. ഈ പ്രതിഫലം പലപ്പോഴും അറബികളാണ് കൊണ്ടുപോവാറുള്ളത്. നമ്മൾ പോലും, പൈസക്കാര് പോലും, നാട്ടിലെ കോടീശ്വരന്മാര് പോലും പള്ളിയുടെ മേഖലയിലേക്ക് കടന്നു വരാറില്ല. പള്ളി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരിക ഏതോ അറബിനെ കാണണം, ആ അറബിനെ ഓർമ്മ, ഈ അറബിനെ വിളിക്കണം. നമ്മുടെ നാട്ടിൽ ഇതൊന്നും ബാധകമില്ല. പള്ളി ഉണ്ടാക്കുന്നതിന്റെ മഹത്വം സൂചിപ്പിക്കുന്ന ഹദീസാണ് പറഞ്ഞത്. ആ വിഷയത്തിൽ ശ്രദ്ധിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് വേണ്ടി അല്ലാഹു ഒരു മാളിക ഉണ്ടാക്കി കൊടുക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യനതാ മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ നമ്മുടെ ഉമ്മാന്റെ കൂടെ ആ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ എത്തുന്നതിന് മുമ്പ് പോലും പഠിച്ച സൂറത്താണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന തുടക്കം മുതൽ വലം യകുൽ ലഹു കുഫുവൻ അഹദ് വരെ ഒരാൾ 10 പ്രാവശ്യം അങ്ങ് ഓതുകയാണെങ്കിൽ ഹത്താ യഖ്തിമഹാ 10 മർറാത്തിൻ, 10 പ്രാവശ്യം. ഒരു പള്ളി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ അത്രയും പൈസ വേണം. 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യാൻ ഒരാൾ ശ്രമിച്ചാൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അവന് വേണ്ടി അല്ലാഹു ഒരു കൊട്ടാരം പണിതു കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഇത്ര ചെറിയ കാര്യം.
ഒരു 15 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന ഒരു ചെറിയ നന്മ ഒരു ദിവസത്തിൽ ഒരാൾ 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങ് ഓതുകയാണെങ്കിൽ അവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരം അങ്ങ് പണിയുമെന്ന് കേട്ടപ്പോ അന്നുണ്ടായിരുന്ന സഹാബത്ത് ചിന്തിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എങ്കിൽ നബിയെ ഞാൻ 10 കഴിയാവുന്ന രൂപത്തിൽ ഞാൻ അധികരിപ്പിച്ചത് ചൊല്ലാൻ ശ്രമിക്കും. അപ്പൊ നബി തങ്ങളുടെ മറുപടി, അല്ലാഹു അക്സറു വ അത്യബ്, എങ്കിൽ അല്ലാഹു കൂടുതലായി ഏറ്റവും മേന്മയുള്ളത് നിനക്കുണ്ടാക്കി തരും. അതിന് അല്ലാഹുവിന് കഴിയും. ചെറിയ കാര്യമല്ല. നന്മകളിൽ ഇഖ്ലാസോടെ നമ്മളൊന്ന് ശ്രമിച്ചാൽ, വിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ ചില സൂറത്തുകൾക്കും ആയത്തുകൾക്കും ഒക്കെ പരിഗണന കൊടുത്തു. ആയത്തുൽ കുർസിന്റെ മഹത്വം അറിയാത്തവരാണോ? ആമന റസൂലിന്റെ മഹത്വം അറിയാത്തവരാണോ? ഖുൽ ഹുവല്ലാഹു അഹദിനെ പറ്റി പരിചയമില്ലാഞ്ഞിട്ടാണോ? അല്ല, നമ്മുടെ അശ്രദ്ധ, നമ്മുടെ തിരക്കുകൾ, നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ തമാശകൾ, ഇതൊക്കെ നമ്മളെ ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിൽ എന്തൊക്കെയോ തിരക്കാക്കി മാറ്റുകയാണ്. നഷ്ടപ്പെടുന്നത് വലിയ വലിയ പ്രതിഫലങ്ങളാണ്, ചെറിയ ചെറിയ നന്മകൾ കൊണ്ടുപോലും. മറ്റൊരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം പിടിച്ച ഘട്ടത്തിൽ പോലും അയാള് അള്ളാഹുവിനെ സ്തുതിച്ച് ഹംദും ഇസ്തിർജാഉം നടത്തിയാൽ, ഹദീസ് പറഞ്ഞത്, ഒരു മനുഷ്യൻ അയാളുടെ ചെറിയ കുട്ടിനെ അള്ളാഹു പിടിച്ചു, അള്ളാഹു റൂഹ് പിടിച്ചു. വീട്ടിലൊക്കെ മക്കളൊക്കെ ഉണ്ട്, നമുക്കറിയാം എത്ര കൗതുകത്തോടെയാണ്, എത്ര സ്നേഹത്തോടെയാണ് നമ്മുടെ മക്കൾ വളർത്തുന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടി നമ്മുടെ കയ്യിൽ നിന്ന് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രമാത്രം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അങ്ങനെ ജീവിതത്തിലേക്ക് അള്ളാഹു തന്ന ഒരു സന്തോഷത്തെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് റബ്ബങ്ങ് പിടിച്ചു കളഞ്ഞാൽ, ഇദാ മാത വലദുൽ അബ്ദി ഖാലല്ലാഹു ലിമലായികതിഹി ഖബൽതും വലദ അബ്ദി. മലക്കുകൾ ചോദിക്കും, എന്റെ അടിമയുടെ കരളിനെയാണല്ലോ നിങ്ങൾ റൂഹ് പിടിച്ചത്. അവര് പറയും, അതേ അല്ലാഹ്. അപ്പൊ ചോദിച്ചു, എന്താണ് ആ അടിമ ആ സന്ദർഭത്തിൽ പറഞ്ഞത്? തന്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടതിനെ പിടിച്ചു കൊണ്ടുപോയപ്പോ ആ രക്ഷിതാവാകുന്ന കുടുംബനാഥനാകുന്ന ഉമ്മയാകട്ടെ വാപ്പയാകട്ടെ എന്താണ് അവര് പറഞ്ഞത്? ഫയഖൂൽ, മലായികത്തുകൾ പറയുകയാണ് ഹമിദക വസ്തർജഅ. അയാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. കഴിയണം. വല്ലാത്തൊരവസ്ഥയാണത്. വിഷമത്തോടെ പല ആളുകളും മാനസികമായി തളരാൻ സാധ്യതയുള്ള വിഷയമാണ്. അത് അള്ളാന്റെ പരീക്ഷണമാണെന്ന് ഉൾക്കൊള്ളാൻ സമയം പിടിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ആ വിഷയത്തിലും അള്ളാനെ സ്തുതിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് അംഗീകരിച്ച് ഇസ്തിർജാ നടത്തി കഴിഞ്ഞാൽ അള്ളാഹ് മലക്കുകളോട് പറയുന്നത് ഇതാണ്. അതവൻ പറഞ്ഞുവെങ്കിൽ, ഇബ്നൂ ലി അബ്ദീ ബൈതം ഫിൽ ജന്ന, മലക്കുകളെ നിങ്ങൾ എന്റെ അടിമക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കണം. വല്ലാത്തൊരു നേട്ടാണ്. ദുനിയാവിൽ നിന്നാണ് ഒരു ചെറിയ കുട്ടിനെ കൊണ്ടുപോയതെങ്കിൽ പരലോകത്ത് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കണം. ആ വീടിനൊരു പേരിടണം, ബൈത്തുൽ ഹംദ്, ഹംദിന്റെ വീട് എന്ന് പേരിട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിശുദ്ധമായ ഈ വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകരിലൂടെ നമ്മളത് മനസ്സിലാക്കുകയാണ്. ധാരാളം നന്മകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, അങ്ങാടിയിലേക്ക് പോകുന്നവരാണ് നമ്മളൊക്കെ, അങ്ങാടിയിൽ ഇറങ്ങുന്നവരാണ്. ഒരു പക്ഷേ നല്ല ഒരു സമയം അങ്ങാടിയിൽ ചെലവഴിക്കുന്നവരാണ്. സ്വാഭാവികമായും അങ്ങാടിയിലേക്ക് പോകുന്ന ആളുകളിൽ ദിക്ർ ചൊല്ലാനോ അള്ളാഹനെ സ്തുതിക്കാനോ റബ്ബിനെ കുറിച്ച് ഓർക്കാനോ ഒന്നിനും ഒരു മനസ്സില്ലാത്ത ഒരു പ്രത്യേക അന്തരീക്ഷമായിരിക്കും അങ്ങാടിയിൽ. എന്നാൽ അയാൾ അങ്ങാടിയിലേക്ക് അങ്ങ് എത്തിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, നമ്മളൊക്കെ എല്ലാ ദിവസവും പോണ ആൾക്കാരാട്ടോ, നമ്മളൊന്ന് ശ്രദ്ധിച്ചോളി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പരിചയമില്ലാത്ത വാക്കുകളൊന്നുമല്ല. അള്ളാഹുവിനെ അംഗീകരിച്ചവന്റെ തൗഹീദ് അംഗീകരിച്ച് അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അവനിലേക്കാണ് നമ്മുടെ മടക്കം. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ആ ദിക്ർ അവിടെ വെച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞാൽ, അവിടെ വെച്ച് അങ്ങാടിയിൽ വെച്ച് പറഞ്ഞാൽ, പള്ളിയിലല്ല, റൂമിലല്ല, അങ്ങാടിയിൽ വെച്ച് പറഞ്ഞാൽ, കതബല്ലാഹു ലഹു അൽഫ ഹസനത്തിൻ, അവന്റെ പേരിൽ അല്ലാഹു തആല 1,00,000 നന്മ രേഖപ്പെടുത്തും. 1,00,000 നന്മ.
നമ്മുടെ ഈ ചക്കരക്കല്ല അങ്ങാടിയിൽ ഇരുന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്ന നന്മ. അങ്ങാടിയിൽ പ്രവേശിച്ചപ്പോ ഈ ഒരു പ്രാർത്ഥന ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ 1,00,000 നന്മ അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടും. 1,00,000 തിന്മകൾ പൊറുക്കപ്പെടുന്നതാണ് ആ പ്രാർത്ഥന കൊണ്ട്. 1,00,000 ദറജ അല്ലാഹുവിന്റെ അടുത്ത് ഉയർത്തപ്പെടും. ഹദീസിന്റെ അവസാനം കാണാം, വബനാലഹു ബൈതൻ ഫിൽ ജന്ന, അവന് വേണ്ടി അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു മാളിക വീട് തയ്യാറാക്കി കൊടുക്കും. എത്ര അവസരം ഉണ്ടായിരുന്നു നമുക്ക്, എത്ര പേരത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദിക്റുണ്ടെന്ന് അറിയാതെ പോയ എത്രയോ ആളുകളുണ്ട്. ആലോചിക്കുക സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവസരമാണ്. ചില നന്മകൾക്ക് ചില പ്രത്യേക തരത്തിലുള്ള ശ്രേഷ്ഠതകൾ കൊടുക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, മൻ സദ്ദ ഫുർജതൻ ഫീ സഫിൻ റഫഅഹു അല്ലാഹു ബിഹാ ദറജ വ ബനാ ലഹു ബൈതൻ ഫിൽ ജന്ന. വലിയൊരു കാര്യമാണ്, നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കോവിഡിന്റെ അലയൊലികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, നിയന്ത്രണങ്ങളൊക്കെ പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും സൊഫുകളിൽ ഒന്ന് ചേർന്ന് നിൽക്കാനും അടുത്ത് നിൽക്കാനും ഇപ്പോഴും എന്തോ ഒരു വൈമനസ്യം വീണ്ടും നമുക്ക് വിട്ടുപോകുന്നില്ല. ഈ ഹദീസ് ഒന്ന് കേട്ടോളൂ. മൻ സദ്ദ ഫുർജതൻ ഫീ സഫിൻ, ഒരു സൊഫ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു വിടവ് കണ്ടു, ഒട്ടി നിൽക്കാൻ ഒരു വിടവ് കണ്ടു. വിട്ടു നിൽക്കേണ്ടുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി നമ്മൾ ഇപ്പോൾ ഒട്ടി നിൽക്കേണ്ടുന്ന ഘട്ടത്തിലാണ്. അടുത്ത് നിൽക്കാൻ നമസ്കാരത്തിന്റെ കാലുകളാണ് അടുക്കുന്നത്. അങ്ങനെ ചേർന്ന് വന്ന കാലുകൾ ചേർത്ത് നിൽക്കുന്ന അടുത്ത് വിടവുണ്ടെങ്കിൽ ആരെങ്കിലും ആ വിടവ് അവൻ അകറ്റിയാൽ, അത് ചേർന്ന് അങ്ങോട്ട് ഒത്തങ്ങോട്ട് നിന്നാൽ, അവന്റെ ദറജകൾ ഉയർത്തുകയാണ്. അവന്റെ ദറജ അല്ലാഹു ഉയർത്തുകയാണ്. നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ താമസ സ്ഥലത്ത്, അല്ലാഹുവിന്റെ വിശിഷ്ട ഭവനങ്ങളുള്ള സ്ഥലത്ത്, അവിടെ സ്വർഗത്തിൽ അവൻ ഒരു വീട് വെച്ചു കൊടുക്കുകയാണ്. എത്ര സുഹൃത്തുക്കളാണെന്നറിയോ പ്രശ്നം ഉണ്ടാക്കുക. വേറെയുള്ളതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒന്ന് അടുത്ത് നിന്നാ പറയും, ഇത്ര സ്ഥലമല്ലടോ, നീങ്ങിക്കടോ, എന്താ പള്ളിയിൽ വേറെ സ്ഥലമില്ല, എന്റെ കാലുമൊക്കെ നിൽക്കണോ? ചില വിവരദോഷികളും അന്തംഗമ്മികളും കൂടി എത്ര പറഞ്ഞു കൊടുത്താലും ഇത് മനസ്സിലാകുന്നില്ല. സ്ഥലമില്ലാഞ്ഞിട്ടല്ല, സൗകര്യമില്ലാഞ്ഞിട്ടല്ല. ആ വിടവുകൾ ശൈത്താനിന് കേറാനുള്ള സ്ഥലമാണ്. നമ്മുടെ നമസ്കാരത്തിനെ ബാത്തിലാക്കാനുള്ള പണി ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ആ വിടവുകൾ കാണുമ്പോ പരമാവധി അകറ്റാൻ, അത് വിടവില്ലാതിരിക്കാൻ വേണ്ടി എത്രയാണ് നബിതങ്ങളും സഹാബത്തൊക്കെ ഇമാമ് നിൽക്കുമ്പോ ഇടക്കിടക്ക് പറയും, സഫ്ഫു ശരിയാക്കണം, വഅ്തദിലു നിങ്ങൾ നേരെയാക്കണം, തറാസൗ നിങ്ങൾ ഗ്യാപ്പുകളില്ലാതെ നിൽക്കണം. എത്ര നിർദ്ദേശം കാണാൻ സാധിക്കും. ആ കാര്യത്തിൽ നമ്മുടെ ഒരു ശ്രദ്ധയുണ്ടാവട്ടെ. അത് വലിയ പുണ്യമായി സ്വർഗത്തിൽ ഒരു വീട് കിട്ടുന്ന കാര്യമായി പറഞ്ഞു. മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നു. ഉമ്മു ഹബീബ സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ ഭാര്യയായിരുന്ന ഉമ്മു ഹബീബ ബീവി റളിയല്ലാഹു അൻഹ പറയാം, നബിന്റെ കൂടെ രാപ്പകലുകളിൽ ജീവിച്ച്, നബിന്റെ മജ്ലിസുകളിൽ ഇരുന്ന്, നബിന്റെ കുടുംബജീവിതം പങ്കുവച്ച, നബിന്റെ ജീവിതത്തിന്റെ പത്നിമാരായി ഭാര്യമായി വന്ന നമ്മുടെ ഉമ്മമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരിൽപ്പെട്ട ആ ഉമ്മു ഹബീബ ബീവി പറയാ, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടു. എന്താ പറഞ്ഞത്? മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ അടിമ, യുസല്ലി ലികുല്ലി യൗമിൻ 16 റക്അതൻ തതവ്വുഅൻ ഗൈറ ഫരീള, നമസ്കാരത്തിന് പുറമെയുള്ള പ്രധാനപ്പെട്ട 12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നമസ്കരിച്ചാൽ, 5 നേരത്തെ ഫർള് നമസ്കരിക്കുന്നതിന്റെ മഹത്വം ആരും ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഹദീസിൽ പറഞ്ഞത് സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യമാണ്. നമ്മൾ സുന്നത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയാന്നറിയോ? അതൊരു സുന്നത്തല്ലേ, നിർബന്ധമൊന്നുമല്ലല്ലോ, അത് ചെയ്താ കൂലിണ്ട്, ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഈ ഹദീസ് അങ്ങ് പറഞ്ഞു കൊടുത്തു, ഒരു അടിമ തന്റെ ജീവിതത്തിൽ ഫർള് നമസ്കാരത്തിന് പുറമെ ആ 12 റക്അത്ത് സുന്നത്തായ റവാത്തിബ് നമസ്കാരങ്ങൾ നിർവഹിച്ചാൽ, ഇല്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ആ കാരണം കൊണ്ട് ആ വ്യക്തിക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കും. ചെറിയ കാര്യമല്ല, സുന്നത്തസ്കാരാണ്, പക്ഷെ അതിന്റെ പ്രതിഫലം നോക്കൂ നിങ്ങൾ. ആ കാരണം കൊണ്ട് സ്വർഗത്തിൽ അവന് വീടുണ്ടാക്കി കൊടുക്കും. ഈ ഹദീസ് അങ്ങ് കേട്ടപ്പോ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നോ ഇല്ല. എന്നാൽ ഈ ഹദീസ് കേട്ടതിന് ശേഷം അവർ പറയുകയാണ്, ഉമ്മു ഹബീബ ബീവി പറയാ, ഫമാ ബരിഹ്തു ഉസല്ലീഹിന്ന ബഅദ്, അതുകൊണ്ട് കേട്ടതിന് ശേഷം പിന്നെ സുന്നത്തല്ലേ എന്ന് മാറ്റി വെക്കലല്ല, ഞങ്ങൾ ആ 12 റക്അത്തിന്റെ റവാത്തിബുകൾ പിന്നെ ഉപേക്ഷിക്കാറില്ല.
ഈ ഹദീസ് കേട്ടപ്പോൾ വഖാല അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു മാ ബരിഹ്തു ഉസല്ലീഹിന്ന ബഅദ്, ഞാൻ ഒഴിവാക്കിയിട്ടില്ല. വഖാല നുഅമാൻ റളിയല്ലാഹു അൻഹു, സഹാബിയായ നുഅമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ ഒഴിവാക്കിയിട്ടില്ല. സഹാബ വനിതയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഫമാ തറക്തു മുൻദു സമിഅതുഹുന്ന, അതങ്ങ് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ആ സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. സുഹൃത്തുക്കളെ, നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കണത് എന്താണ്? ഇത്രക്ക് ശ്രേഷ്ഠമായ ആ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ അത് വീട്ടിൽ വെച്ചാകുന്നത് മഹത്തരമാണ്. ഫർദ് നമസ്കാരം കഴിഞ്ഞ് മറ്റെവിടേക്കും പോകാനില്ല, നേരെ വീട്ടിലാണ് പോകുന്നതെങ്കിൽ ആ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചാകുമ്പോൾ അവിടെയുള്ള ശൈത്വാനിന്റെ ശല്യം കുറക്കുവാനും അവിടെ ഇബാദത്തുകൾ കൊണ്ട് സജ്ജമാക്കാനും പറ്റുമെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക, നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാക്കുക. അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടെ പറയുകയാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഒരു തമാശയാണെന്ന് വിചാരിക്കും, ചിലപ്പോൾ വിചാരിക്കും നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഓരത്ത് ഞാൻ അവർക്കൊരു വീട് വാഗ്ദാനം ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, സ്വർഗ്ഗത്തിന്റെ ഓരത്ത് ചാരത്ത് ഞാൻ അവർക്കൊരു വീട് വാഗ്ദാനം ചെയ്യുന്നു. ആർക്കാണ്? ലിമൻ തറക്കൽ മിറ, തർക്കം ഉപേക്ഷിക്കുന്ന വ്യക്തിക്ക്, വഇൻ കാന മുഹിഖ, സത്യം അവന്റെ പക്കത്താണെങ്കിൽ പോലും, സംഭവം സത്യം നമ്മുടെ ഭാഗത്താണ്, എന്നാലും ഒരു കച്ചറയും തർക്കവും ഒരാൾ ഒഴിവാക്കുന്നുവെങ്കിൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനമുണ്ട്, ഓരത്തൊരു വീടുണ്ട്. ഒരു മനുഷ്യന് സ്വർഗത്തിന്റെ മധ്യത്തിലായിക്കൊണ്ട് ഏറ്റവും സുഖം നൽകുന്ന ഒരു കാഴ്ചയാണ്. ആ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ട്. അതാർക്കാ? ലിമൻ തറക്കൽ കദിബ, കളവ് ഒഴിവാക്കുന്നവനാണ്, നുണ പറയൽ ഒഴിവാക്കലാണ്. കളവ് ജീവിതത്തിലും പെരുമാറ്റത്തിലും ഒഴിവാക്കുന്നവനാണ്. തമാശക്കാണെങ്കിൽ പോലും, ഒരു തമാശക്ക് നുണ അറിയാം, അതുപോലും ഒഴിവാക്കുന്നവനാണെങ്കിൽ, കളവ് ജീവിതത്തിൽ ഇല്ലാത്തവനാണെങ്കിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്തവൻ ഒരു വീടുണ്ടാക്കി കൊടുക്കാൻ ഞാൻ വാഗ്ദാനം പറയുന്നു. ഹദീസിന്റെ അവസാനം കാണാം, സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഉന്നതമായ സ്ഥലത്തൊരു വീടുണ്ടാക്കി കൊടുക്കും. ലിമൻ ഹസ്സന ഖുലുഖഹു, അവന്റെ സ്വഭാവം മേന്മയുള്ളതാക്കി മാറ്റിയാൽ. നല്ല സ്വഭാവത്തിന്റെ ഉടമയാണോ? പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉന്നതമായ ദർജകളിൽ ഒരു വീടുണ്ടെന്ന് ഞാൻ അവർക്ക് വാഗ്ദാനം തരാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ ഈ നിർദ്ദേശങ്ങളെ ഒന്ന് ശ്രമിക്കൂ സുഹൃത്തുക്കളെ. ഏതൊക്കെ രംഗത്ത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും, ഏതെല്ലാം കാര്യങ്ങൾ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഈ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നേട്ടം ഈ ദുനിയാവിലെ ആളുകളുടെ ഏതെങ്കിലും ഭംഗിവാക്കുകളെക്കാൾ വലുത് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളായ ഏറ്റവും സുഖകരമായ ആ ലോകം. അവിടെയാണ് മനുഷ്യ നിന്റെ സമ്പൂർണമായ ജീവിതം.